எந்த கடவுளுக்கு ரொம்ப உகந்த மாதம் அது? கார்த்திகை மாதம், சபரிமலை. ஸோ அந்த 48 நாள் ஐயப்பனுக்கு விரதம் இருந்து மாலை போட்டு இருமுடி கட்டி பம்பையை தாண்டி மேலே ஐயனரை தரிசிப்பாங்க. அந்த 48 நாள் விரதங்கிறது நம்ம அந்த ஒரு வருஷம் பண்ண பாவம் எல்லாம் போகும் அப்படிங்கிற ஒரு நம்பிக்கையில் இருந்தாங்க. அந்த இருமுடி எதுக்கு கட்டுறாங்க? நம்ம பாவச்சுமை எல்லாமே அந்த இருமுடி மூலமாக ஐயப்பன்ட்ட போகிறது. ஸோ அதனால நமக்கு அந்த வருஷம் பண்ண பாவங்கள் எல்லாமே கழிஞ்சிடும் அப்படிங்கிறது நம்பிக்கை. ஸோ அந்த ஐயப்பனை பற்றின ஒரு பாடல் தான் இது. சபரி மாமலை வாழும் ஐயப்பன். ஐயப்பனாக பிரகிருதி ஆடுபவர்கள் ரஞ்சனி, ஹரிணி, பிரணவரூபிணி, சிவானி. சுவாமியே ശബരിമാമല വാഴുമയ്യപ്പാ മണികണ്ഠ സ്വാമി ശരണമടിയങ്ങൾക്കു തൃച്ചരണം. ശബരിമാമല വാഴുമയ്യപ്പാ മണികണ്ഠ സ്വാമി ശരണമടിയങ്ങൾക്കു തൃച്ചരണം. ചുമലിലേറ്റി വരും നിതടിയങ്ങൾ ഒരു പുണ്യ പാപ ചുമടിതഖിലവും ഇരുമുടി കേട്ടായി. സ്വാമിയേ അയ്യപ്പ ശരണം, സ്വാമിയേ ശരണം, സ്വാമിയേ അയ്യപ്പ ശരണം, സ്വാമിയേ ശരണം. ഹരിഹരസുതനായി പിറന്നു പന്തളം നൃപതി വളർത്തും പൊന്നുണ്ണിയായി. 18 പഠിച്ചു പന്തളം കളരി തന്നഭിമാനമായൊരുണ്ണി. സ്വാമിയേ അയ്യപ്പ ശരണം, സ്വാമിയേ ശരണം, സ്വാമിയേ അയ്യപ്പ ശരണം, സ്വാമിയേ ശരണം. പുലിയുടെ പാലിനായി പോയി കാട്ടിലെ പുലി തൻ പുറത്ത് എഴുന്നള്ളിയുണ്ണി. പാവങ്ങൾക്കാശ്രയമായി പോരില വാവരെ തോൽപ്പിച്ചു തോളനാക്കി. സ്വാമിയേ അയ്യപ്പ ശരണം, സ്വാമിയേ ശരണം, സ്വാമിയേ അയ്യപ്പ ശരണം, സ്വാമിയേ ശരണം. മഹിഷിയെ പോരിൽ വധിച്ചു മോക്ഷം അരുളി കനിവാർന്നനുഗ്രഹിച്ചു. കലിയുഗ വരദനാമുണ്ണി ഞങ്ങളാ കഥ പാടി പടി കേറി വരുന്നു. ശബരിമാമല വാഴുമയ്യപ്പാ മണികണ്ഠ സ്വാമി ശരണമടിയങ്ങൾക്കു തൃച്ചരണം. ചുമലിലേറ്റി വരും നിതടിയങ്ങൾ ഒരു പുണ്യ പാപ ചുമടിതഖിലവും ഇരുമുടി കേട്ടായി. സ്വാമിയേ അയ്യപ്പ ശരണം, സ്വാമി